നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവ്വദേവത പ്രീതി ഉളവാക്കുന്ന അല്ലെങ്കിൽ സർവ്വദേവതകളെയും പ്രാർത്ഥിച്ച ഫലം ഉണ്ടാക്കുന്ന ദേവതകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലാദ്യം പറയുന്ന ദേവത എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനാണ്. അതായത് എല്ലാ 33 ദേവതകളും ഗണപതി ഭഗവാന്റെ ശരീരഭാഗങ്ങളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഗണപതി ഭഗവാനെ നമ്മൾ നിത്യേന ഭജിക്കുകയോ ക്ഷേത്രങ്ങളിൽ ആരാധിക്കുകയോ നാമജപം നടത്തുകയോ മന്ത്രങ്ങൾ ജപിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ്വദേവത പ്രീതി തുല്യമായ ഫലം കിട്ടും. പിന്നെ ഒരെണ്ണം ശ്രീ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി എല്ലാ ദേവതകളുടെയും അനുഗ്രഹം കൊണ്ട് വന്ന ദേവതയാണ്. അതായത് എല്ലാ ദേവതമാരും ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ചൈതന്യം ഹനുമാൻ സ്വാമിയിലുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ സ്ഥിരം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദേവതാ പ്രീതി ഫലം കിട്ടുമെന്ന് പറയുന്നു. പിന്നെ ഒരു ദേവത എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. ദുർഗാദേവിയും ഹനുമാൻ സ്വാമിയെപ്പോലെ അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ പോലെ എല്ലാവരുടെയും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതായത് ഗണപതി ഭഗവാന് ശിവൻ ശിരസറുത്തപ്പോൾ എല്ലാ ദേവതകളും, അതായത് ആനയുടെ ശിരസ് വെച്ചപ്പോൾ എല്ലാ ദേവതമാരും ആശീർവദിച്ചിട്ടുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദേവതമാരും ഭഗവാന്റെ ശരീരത്തിലുണ്ട്. അതുപോലെ ദുർഗാദേവിക്ക് എല്ലാ ദേവതകളുടെയും ചൈതന്യം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നൊരു ദേവതയാണ് സൂര്യഭഗവാൻ. അതായത് സൂര്യഭഗവാന് ദുർഗാദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതായത് സൂര്യോദയം മുതലുള്ള 6.25 നാഴിക സൂര്യഭഗവാനിൽ എല്ലാ ദേവതമാരും, അതായത് 33 ദേവതകളുടെയും ചൈതന്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സൂര്യഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്ക് സർവ്വദേവത പ്രീതി ലഭിക്കും, അല്ലെങ്കിൽ എല്ലാ ദേവതകളെയും പൂജിച്ച ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്ര ദേവതകളാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ദേവതകളെ നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുകയോ സൂര്യഭഗവാനെ ആണെങ്കിൽ രാവിലെ 7 മണിക്ക് മുന്നേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല, അല്ലെങ്കിൽ കഴിയുന്നത് രാവിലെ തന്നെ പ്രാർത്ഥിക്കുന്നു. സൂര്യഭഗവാന്റെ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ചൊല്ലുന്ന, അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ സൂര്യഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ. അതുപോലെ ദുർഗാദേവിയുടെ കീർത്തനങ്ങൾ, നാമങ്ങൾ, മന്ത്രങ്ങൾ, ഗായത്രി ഇവയൊക്കെ ചൊല്ലുന്നത്, അതുപോലെ ഗണപതി ഭഗവാന്റെയും മന്ത്രജപം നടത്തുന്നത്, ഗണപതി ഹോമം നടത്തുന്നതൊക്കെ ശരിക്കും നല്ലൊരു ഫലമാണ്. അതുപോലെ ഹനുമാൻ സ്വാമി രാമനാമം ജപിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും അതുപോലെ സുന്ദരകാന്ഡ പാരായണവും വളരെയധികം ഗുണം ചെയ്യും. ഹനുമാൻ്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമുക്ക് നിഷ്ഠ വേണം. സ്തോത്രങ്ങളും നാമങ്ങളും ജപിക്കുമ്പോൾ നിഷ്ഠ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാമനാമജപമാണ്. രാമനാമജപം ഉണ്ടെങ്കിലേ ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നമ്മൾ രാമനാമജപം നടത്തിയിരിക്കണം.